ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഗർഭപാത്രത്തിൽ തന്നെ കുട്ടി മരിച്ചു പോവുക. ഇത് മരിച്ചു പോയാലും അമ്മ അറിയാത്തൊരവസ്ഥ ഉണ്ടാവും. ഇതെങ്ങനെയാണ് അമ്മ എന്താ അറിയാതെ പോകുന്നത്? അല്ലെങ്കിൽ ആ കുട്ടി മരിച്ചു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് എങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ പറ്റും? അമ്മ ആദ്യമായിട്ട് കുഞ്ഞിനെ അനക്കം അറിയുന്നത് ഫസ്റ്റ് പ്രഗ്നൻസി ആണെങ്കിൽ യൂഷ്വലി ഒരു 22 വീക്സ് ഒക്കെ ആകുമ്പോഴേക്കും അമ്മമാർ അനക്കം അറിഞ്ഞു തുടങ്ങും. അതിന് മുന്നേ വരെ അവർക്ക് അറിയാനുള്ള ഓപ്ഷൻ ഇല്ല. മനസ്സിലാക്കുക, ഗർഭത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നറിയാനായിട്ട് അവർക്ക് പറ്റത്തില്ല. സെക്കൻഡ് പ്രഗ്നൻസി ആണെങ്കിൽ യൂഷ്വലി ഒരു 16 to 20 വീക്സ്, യൂഷ്വലി 16 വീക്സ് കഴിയുമ്പോൾ തൊട്ട് ആയത്തത് ഓൾറെഡി അവർക്കൊരു ഐഡിയ ഉള്ളത് കൊണ്ട് 16 വീക്സ് തൊട്ട് തന്നെ അവർ പതുക്കെ അറിഞ്ഞു തുടങ്ങും. അമ്മ അനക്കം അറിഞ്ഞു തുടങ്ങിയാലേ അമ്മയ്ക്ക് പറയാൻ പറ്റുള്ളൂ കുഞ്ഞിന് അനക്കം കുറവുണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ 20 വീക്സ് കഴിയാതെ അവർക്ക്, അതായത് 5th മന്ത് കഴിയാതെ അവർക്ക് അറിയാൻ പറ്റത്തില്ല കുഞ്ഞിന് അനക്കം നിന്ന് പോയോ എന്നുള്ളത്. ഓക്കെ, പിന്നെ കുഞ്ഞ് ഈ പറഞ്ഞ പോലെ കുഞ്ഞിനും ഇടയ്ക്ക് ഉറങ്ങുന്ന സൈക്കിൾസ് ഉണ്ട്. അതായത് കുഞ്ഞ് ഫുൾ ടൈം ചാടിക്കൊണ്ടിരിക്കുമല്ല, ഇടയ്ക്ക് കുഞ്ഞ് ഉറങ്ങും, പിന്നെ എണീക്കും, ചാടും, വീണ്ടും ഉറങ്ങും. ആ സൈക്കിള്. അപ്പം ബേസിക്കലി ഞാൻ എൻ്റെ പേഷ്യൻസിനോട് പറയാറ്, ബേബിക്കൊരു പാറ്റേൺ കാണും. അതായത് രാവിലെ ഇപ്പോൾ കുഞ്ഞ് രാവിലെ എണീറ്റു, നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ അവർക്കൊരു പാറ്റേൺ ഉണ്ട്. ഞാനിപ്പം കുഞ്ഞ് തീരുമാനിക്കും ഞാൻ രാത്രിയാണ് കൂടുതൽ അനങ്ങുന്നത് അല്ലെങ്കിൽ രാവിലെയാണ് കൂടുതൽ അനങ്ങുന്നത്. ആ സമയങ്ങളിൽ അപ്പോൾ അമ്മ ആദ്യം ആ പാറ്റേൺ കണ്ടുപിടിക്കുക, എൻ്റെ കുഞ്ഞ് എങ്ങനെയാണ് അനങ്ങുക. അത് ഓരോ കുട്ടിക്കും വ്യത്യാസമാണ്. അപ്പോൾ ആ പാറ്റേണിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസമുണ്ട് എന്ന് തോന്നിയാൽ ഗെറ്റ് മെഡിക്കൽ ഹെൽപ്പ് എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ഒരു ദിവസം തോന്നുവാണ് കുഞ്ഞ് ഈ സമയത്ത് എൻ്റെ കുഞ്ഞ് അനങ്ങേണ്ടതാണ്, പക്ഷെ കുഞ്ഞ് അനങ്ങിയിട്ടില്ല. അപ്പോൾ ആ സമയത്ത് ചെയ്യാവുന്ന, വീട്ടിലെന്താ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും തണുത്തതോ ചൂടുള്ളതോ എന്തെങ്കിലും കഴിച്ചു നോക്കുക. കഴിച്ച് ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷൻ, അതായത് ഇടതുവശം ചെരിഞ്ഞ് കിടന്ന് കുഞ്ഞിന് അനക്കം കിട്ടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. 1 or 2 1 hour നോക്കുക. 1 hourൽ ഒരു 3 to 4 മൂവ്മെൻറ്റ്സ് കിട്ടുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് സാറ്റിസ്ഫാക്ടറി. പക്ഷേ സ്റ്റിൽ അമ്മയ്ക്ക് തോന്നുവാണെങ്കിൽ ഇല്ല, ഇതിലും കൂടുതൽ എൻ്റെ കുഞ്ഞ് അനങ്ങാറുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കം ടു ദ ഹോസ്പിറ്റൽ. നമ്മളൊരു സ്കാൻ എടുത്ത് നോക്കും എല്ലാം ഓക്കെ ആണോ എന്നുള്ളത്. പിന്നെ കുഞ്ഞിൻ്റെ ഒരു CTG എന്ന് പറയും, അതായത് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റിൻ്റെ ട്രേസ് ആണ്, അതെടുത്ത് നോക്കും ഓക്കെ ആണോ എന്നുള്ളത്. ഇതൊക്കെ ടെസ്റ്റുകൾ മാത്രമാണ്. ഇതൊക്കെ നോർമലാണെന്ന് വന്നാലും അമ്മയ്ക്ക് തോന്നുവാണെങ്കിൽ ഇല്ല എൻ്റെ കുഞ്ഞ് ഇതിലും നന്നായിട്ട് അനങ്ങുമായിരുന്നു, അനക്കം കുറവാണ്, മീൻസ് ദാറ്റ് ഇസ് സിഗ്നിഫിക്കൻറ്റ്. ടെസ്റ്റുകൾ വെച്ചിട്ടല്ല നമ്മൾ ട്രീറ്റ് ചെയ്യുക. ഒരു അമ്മയുടെ ഇൻറ്റ്യൂഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എപ്പോഴും. ഓക്കെ, സോ ഇപ്പോൾ അമ്മയ്ക്ക് തോന്നുവാണ് അനക്കം കുറവാണെങ്കിൽ ഗെറ്റ് അഡ്മിറ്റ് ആവുക. ചിലപ്പോൾ ആ സിറ്റുവേഷനിലായിരിക്കും നമ്മൾ കുഞ്ഞിന് വളർച്ചക്കുറവ് കണ്ടുപിടിക്കുന്നത്. മനസ്സിലായി, എനിക്ക് അമ്മ വന്ന് പറയണം അനക്കം കുറവാണെന്ന് പറയുമ്പോഴേക്കും 7th മന്തിൽ നമ്മൾ ഇത് വളർച്ചക്കുറവ് കാണുന്നത്. അപ്പോൾ ദാറ്റ് മീൻസ് ദാറ്റ് കുഞ്ഞ് ഇച്ചിരി ഒന്ന് അഫക്റ്റഡ് ആണ്. ആ കുഞ്ഞിന് ഇച്ചിരിയുടെ മോണിറ്ററിങ് വേണം. അപ്പം ദാറ്റ് ഇസ് ആ അമ്മയുടെ അനക്കം ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ചില സമയത്ത് ഈ പറഞ്ഞ പോലെ അനക്കം കുറവാണെങ്കിലും അമ്മമാർക്കൊരു വിചാരം വരും ഞാൻ ഇനി അനക്കം കുറവാന്ന് പറഞ്ഞ് ഇവരെ ആശുപത്രി കൊണ്ടുപോകും, ഹോസ്പിറ്റലിൽ പോയി എല്ലാവർക്കും ബുദ്ധിമുട്ട്. അപ്പോൾ അവരതും വെച്ചിട്ട് അങ്ങ് വീട്ടിലിരിക്കും. അങ്ങനെ ഇരിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ ഞാൻ നാളെ ഹോസ്പിറ്റലിൽ എനിക്ക് അപ്പോയിൻമെൻറ്റ് ഉണ്ട്, നാളെ പോയാൽ മതി. ദാറ്റ് ഇസ് റോങ്. കാരണം നാളെ വരുമ്പോൾ ചിലപ്പോൾ നമുക്കൊന്നും ചെയ്യാനുണ്ടാവില്ല. മനസ്സിലായോ? സോ ഇഫ് അനക്കം കുറവാന്ന് തോന്നുകയാണെങ്കിൽ ആ 1 or 2 hours മാക്സിമം അതിനുള്ളിൽ ഇഫ് യു ഫീൽ ദ ബേബി ഈസ് ഓക്കെ, ദ ബേബി ഈസ് ഓക്കെ. ഇല്ലാന്നുണ്ടെങ്കിൽ കം ടു ദ ഹോസ്പിറ്റൽ. ചിലപ്പോൾ ഹോസ്പിറ്റലിൽ വരുമ്പോൾ എന്തിനാ വന്നതെന്ന് ആരും ചോദിക്കാൻ പോകുന്നില്ല. അവരാവശ്യത്തിന് ടെസ്റ്റുകൾ ചെയ്യുന്നു, ബേബി ഓക്കെ ആണെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോക്കോന്നേ പറയത്തുള്ളൂ. മനസ്സിലായോ? സോ ഡോണ്ട് ടേക്ക് ചാൻസ് ബേബിയുടെ കാര്യത്തിൽ. ഓക്കെ, ഇപ്പം ചില കേസസിലൊക്കെ ഇപ്പോൾ ചില ഡോക്ടേഴ്സ് പറയാറില്ലേ ഇനിയിപ്പോൾ അബോർട്ട് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇത്രയും കുട്ടി ആയിട്ടുണ്ട് എന്ന് പറയാറില്ലേ. അപ്പം ഏകദേശം എത്ര മാസം വരെ നമുക്ക് അബോർഷനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയാ? ഓക്കെ, സോ നമ്മുടെ MTP ആക്ട് എന്ന് പറയുന്നത് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് ഇന്ത്യയിൽ നമുക്ക് 20 വീക്സ് വരെ മെഡിക്കൽ അബോർഷനുള്ള ഓപ്ഷനുണ്ട്. 20 വീക്സ് വരെ ജനറ്റിക് അബ്നോർമാലിറ്റീസ് ഒന്നും ഇല്ലെങ്കിൽ പോലും 20 വീക്സ് വരെ ടെർമിനേഷനുള്ള ഓപ്ഷനുണ്ട്. ഫർദർ അനോമലീസ്, അതായത് ബേബിക്ക് എന്തെങ്കിലും ജനറ്റിക് പ്രോബ്ലംസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുവാണ്, അല്ലെങ്കിൽ ബേബിക്ക് എന്തെങ്കിലും അവയവങ്ങൾക്ക് പ്രോബ്ലംസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുമ്പം ചിലപ്പോൾ ആ കപ്പിൾ, ആ പാരൻസ് തീരുമാനിക്കുവാണ് ടെർമിനേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 24 വീക്സ് വരെ അതിനുള്ള ഓപ്ഷനുണ്ട്. ഓക്കെ, അപ്പോൾ 2 ഗൈനക്കോളജിസ്റ്റിൻ്റെ സിഗ്നേച്ചർ വേണം ദാറ്റ് ദ ബേബി അബ്നോർമാലിറ്റി ഉണ്ട് എന്നുള്ള സർട്ടിഫൈ ചെയ്തിട്ട്. ഓക്കെ, ഇനി 24 വീക്സ് കഴിഞ്ഞിട്ടാണെങ്കിലും ഓപ്ഷനുണ്ട്, പക്ഷെ അതിനൊരു മെഡിക്കൽ ബോർഡ് കൂടി തീരുമാനിക്കണം. ഇപ്പം ചില കേസസിൽ ബേബിക്ക് ഒട്ടും സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഒത്തിരി റിമോട്ട് ഏരിയാസിലുള്ളവർക്കാണെങ്കിൽ ഇത്രയും സ്കാൻസിനുള്ള ഓപ്ഷനൊന്നും ചിലപ്പോൾ കാണത്തില്ല. ജനറ്റിക് ടെസ്റ്റിംഗ് അവർ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അവർ ചിലപ്പോൾ അറിയാൻ പോകുന്നത് 28 വീക്സ് അല്ലെങ്കിൽ 30 വീക്സ് ഒക്കെ ആകുമ്പോഴായിരിക്കും. അപ്പോൾ ആ 24 വീക്സ് ക്രോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ മെഡിക്കൽ ബോർഡിൻ്റെ അടുത്ത് അപ്ലൈ ചെയ്തിട്ട് മെഡിക്കൽ ബോർഡ് കൂടിയിട്ടും ടെർമിനേഷനുള്ള ഓപ്ഷനുണ്ട്. പക്ഷേ അത് ലീത്തൽ, അതായത് ബേബി വന്നാൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൺഫർമേറ്ററി ആയിട്ടുള്ള കണ്ടീഷൻസിന് മാത്രമേ പറ്റത്തുള്ളൂ. ചെറിയ ഡിഫക്ട്സ് അങ്ങനെയുള്ളതിനൊന്നും ഈ 24 വീക്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഓപ്ഷൻ ഇല്ല. അപ്പോൾ അതുവരെ ടെർമിനേഷനുള്ള ഓപ്ഷനുണ്ട്. ഓക്കെ, കൂടുതൽ തവണ ഇപ്പോൾ ഒരു സ്ത്രീ ഇപ്പം സേഫ്റ്റി മെഷേഴ്സ് ഒന്നും യൂസ് ചെയ്യാതെ പിന്നെയും പ്രഗ്നൻ്റ് ആയി പിന്നെ അബോർട്ട് ചെയ്താൽ, അതിൽ കൂടുതൽ തവണ അബോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? റെക്കറൻ്റ് അബോർഷൻസ് ഒരിക്കലും നല്ലതല്ല. ബേബി ഇൻ ദ സെൻസ് അല്ല, അമ്മയ്ക്ക് ഒരിക്കലും നല്ലതല്ല. കാരണം റിപ്പീറ്റഡ്ലി ഓരോ മിസ്കാരേജിനും ഈ പറഞ്ഞ പോലെ ചില മിസ്കാരേജിന് DNC വേണ്ടി വരാം. അപ്പോൾ അതൊരു പ്രൊസീജിയറായി നമ്മൾ യൂട്രസിൻ്റെ അകത്തുനിന്ന് ക്ലീൻ ചെയ്യുവാണ്. മനസ്സിലായി? അപ്പം റിപ്പീറ്റഡ്ലി DNC ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ നമ്മൾ ആ യൂട്രസിൻ്റെ അകത്തെ ലൈനിങ് എത്ര ജെൻറ്റലായിട്ട് ചെയ്യുകയാണെങ്കിലും ദാറ്റ് ഇസ് ഒരു
അതൊരു പ്രൊസീജിയർ ഇൻ്റർവെൻഷൻ ആണ്. അപ്പോൾ ദാറ്റ് ഇസ് നോട്ട് ഗുഡ്. ഓക്കെ, അപ്പം അങ്ങനെ വരുമ്പോൾ അകത്ത് യൂട്രസിനകത്ത് പ്രോബ്ലംസ് വരാം, പിന്നെ കൺസീവ് ചെയ്യാനുള്ള ചാൻസസ് കുറയാം, അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ വരാം. ഈവൻ വിത്ത് മെഡിക്കേഷൻ നമ്മൾ മെഡിസിൻ മാത്രമായിട്ട് ഇപ്പോൾ ഒത്തിരി എർലി ആണെങ്കിൽ 9 വീക്സിനൊക്കെ മുന്നേ ആണെങ്കിൽ മെഡിസിൻ വെച്ച് തന്നെ മിക്കവാറും മിസ്കാരേജ് അബോർഷനായി പോകാറുണ്ട്. അപ്പോൾ ആ സിറ്റുവേഷൻ ആണെങ്കിൽ പോലും റിക്കറൻറ്റ് മിസ്കാരേജസ് ഇസ് നോട്ട് ഗുഡ്, എസ്പെഷ്യലി ഫോർ ദാറ്റ് വുമൺ. കാരണം റിപ്പീറ്റഡ് അബോർഷൻസ്, ഇൻഫെക്ഷൻ റിസ്ക് കൂടുന്നു, ബ്ലഡ് ലോസ് വരുന്നു. ഓൾ ദിസ് ഇസ് നോട്ട് ഗുഡ് ഫോർ ഹെർ. അങ്ങനെ ഫ്യൂച്ചറിൽ കൺസീവ് ചെയ്യാവുന്ന ബേബിക്ക് വരെ ഡിഫറൻസസ് ഒന്നും വരാൻ പോകില്ല, ബിക്കോസ് ആ കൺസെപ്ഷൻ പുതിയതാണ്. മനസ്സിലായി, ആ ബേബീനെ അഫക്റ്റ് ചെയ്യണമെന്നല്ല. പക്ഷേ ആ പ്രഗ്നൻസി ഉണ്ടായി കഴിഞ്ഞിട്ട് യൂട്രസിനകത്ത് ഇപ്പോൾ ചില ഡിഫക്ട്സ് വന്നു കഴിഞ്ഞാൽ ആ പ്രഗ്നൻസി ആയി കഴിയുമ്പോൾ അത് വന്ന് ഇംപ്ലാന്റ് ചെയ്യുക, അതായത് യൂട്രസിൻ്റെ യൂട്രസിലോട്ട് വന്ന് ബേബി സുഖമായിട്ട് ഇരിക്കണമല്ലോ, അതിനകത്തൊക്കെ ഇൻ്റർഫിറൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ റിപ്പീറ്റഡ്ലി DNC ചെയ്യുക, അങ്ങനത്തെ ഇഷ്യൂസൊക്കെ അതൊക്കെ ഫ്യൂച്ചർ പ്രഗ്നൻസീസിനെ അഫക്റ്റ് ചെയ്യാം. ഓക്കെ, നമ്മളെ സെമനെ ഒരു അകത്തേക്ക് പോയി അതൊന്ന് ഈ പറയുന്ന പോലെ പ്രോസസ്സൊക്കെ കഴിഞ്ഞ് ആ ജീവൻ ഇങ്ങനെ തുടിച്ച് തുടങ്ങാൻ എത്ര സമയം എടുക്കും, അല്ലെങ്കിൽ എത്ര നാളെടുക്കും? ഹാർട്ട് ബീറ്റ് യൂഷ്വലി നമ്മൾ സ്കാനിൽ കണ്ടുവരുന്നത് ഒരു 6 to 7 വീക്സിലാണ്. ഓക്കെ, അത്രയും ഏർലി. അപ്പോൾ നമ്മൾ സാധാരണ ഇതിൽ എല്ലാ കപ്പിൾസും നമ്മുടെ അടുത്ത് വരിക 4 to 5 വീക്സ്, അതായത് പീരിയഡ്സ് മിസ്സായി അവർ വന്നു, പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തു, പോസിറ്റീവാണ്. അപ്പോൾ ആ സമയത്ത് വരുമ്പോൾ തന്നെ അവരിങ്ങനെ ഭയങ്കര ആങ്ഷ്യസ് ആയിട്ടാണ് വരിക. അപ്പോൾ നമ്മൾ വരുമ്പോൾ തന്നെ സ്കാൻ ചെയ്യിപ്പിക്കാറുണ്ട് 5 വീക്സ് ആണെങ്കിലും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്ടോപിക് പ്രഗ്നൻസി, അതായത് ട്യൂബൽ പ്രഗ്നൻസി റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ സ്കാൻ. പക്ഷേ ആ സമയത്ത് നമ്മൾ ബേബി ഫോം ആവാനുള്ള ബേബി ഫോം ആവാതിരിക്കാം, പക്ഷേ ദാറ്റ് ഈസ് ഏർലി. ഓക്കെ, അപ്പോൾ ആ സമയത്ത് ബേബി ഫോമായി തുടങ്ങുന്നതാണ്. അപ്പോൾ ഒരു സാക്ക് വരിക, അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അത് ഫോർമേഷൻ. ഓക്കെ, ഒരു 6 to 7 വീക്സ്, യൂഷ്വലി ബൈ 7 വീക്സ് ബേബിയുടെ ഹാർട്ട് ബീറ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, സ്കാനിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ 7 to 8 വീക്സ് ഫസ്റ്റ് സ്കാൻ പറഞ്ഞത്. കാരണം ആ സമയത്ത് ബേബിയുടെ ഹാർട്ട് ബീറ്റ് കൺഫേം ചെയ്യാനും ഡേറ്റിങ്ങിനും കൂടിയുള്ള സ്കാനാണത്. ഓക്കെ, നമ്മൾ ഈ സെമനിലെ കോടാനുകോടി സെൽസ് ഉണ്ടാവും, അതിൽ ഒരെണ്ണമാണ് വിജയിക്കുക എന്നുള്ളത് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അതെന്താ ഒരാൾ വിൻ ചെയ്യാനുള്ള ക്രൈറ്റീരിയ എന്താ? അപ്പം അതിൻ്റെ ക്വാളിറ്റി കൂടുതലായതുകൊണ്ടാണ് ആ പെർട്ടിക്കുലർ അങ്ങനെ ക്വാളിറ്റി എന്ന് പറയാനില്ല. നമ്മൾ ജനറലി സെമൻ അനാലിസിസ് ചെയ്യുമ്പം എത്രയായിരുന്നു, ഒരു 15 മില്യണിൽ കൂടുതലായിരിക്കണം. അപ്പോൾ ഒരു 20-25 മില്യൺ സ്പേംസ് ആണ് അതിനകത്ത് ഉണ്ടാവുക. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരാൾ മാത്രമാണ് പ്രിപ്പയർഡ് ആവുക. അതിപ്പം അത് ദൈവത്തിന്റെ കയ്യിലുള്ള ഒരു കാര്യമാണ്. അത് എന്ന് വെച്ചാൽ ഒരു എഗ്ഗേ ഉള്ളൂ, അതിനൊരു സ്പേം മതി. ഓക്കെ, അപ്പോൾ ഈ മില്യൺസ് ഓഫ് സ്പേമിൽ നിന്ന് ഒരാൾ മാത്രമാണ് മെച്യൂർ ആവുക അതിനകത്ത്. ഓക്കെ, അതിന് സെലക്ഷൻ പ്രോസസ്സിന് പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇതുവരെ എന്തായാലും ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. ഓക്കെ ഡോക്ടർ, എന്തായി ന്യൂക്കൽ സ്കാനിംഗ് എന്ന് വെച്ചാൽ എന്താ? സാധാരണ സ്കാനിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? പണ്ടത്തെ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ആക്ച്വലി എല്ലാ കപ്പിൾസും വരുമ്പോൾ പറയുന്നുണ്ടാവും ഒരുപാട് സ്കാൻസ് ഉണ്ട്. പണ്ടത്തെ നിന്ന് വ്യത്യാസം ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേബി ജനിക്കുന്നതിന് മുന്നേ ബേബിക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ളത് പലതരത്തിലാവാം. ചിലപ്പോൾ സ്ട്രക്ചറിലാവാം, അതായത് ബേബിയുടെ ഏതെങ്കിലും ഓർഗൻസ് ഫോം ചെയ്യുന്നതിലുള്ള പ്രോബ്ലംസ് ആവാം, അല്ലാന്നുണ്ടെങ്കിൽ ജനറ്റിക് പ്രോബ്ലംസ് ആവാം. അതായത് ബേബിക്ക് എന്തെങ്കിലും സിൻഡ്രോംസ്, അതായത് ഡൗൺ സിൻഡ്രോം എന്നൊക്കെ നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ടാവും, അങ്ങനെ മംഗോളിസം എന്നൊക്കെ പറയുന്നത്, അങ്ങനെ സിൻഡ്രോമിക് ആവാം. അപ്പം അതെല്ലാം നമുക്ക് നേരത്തെ ഡിറ്റക്ട് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. ഇപ്പം പണ്ടെന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ കുഞ്ഞ് ജനിച്ച് കഴിയുമ്പോഴേ അറിയാൻ പറ്റാറുള്ളൂ കുഞ്ഞിന് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെന്നുള്ളത്. അപ്പം ഇപ്പം ന്യൂക്കൽ സ്കാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ തേർഡ് മന്തിൽ, അതായത് അറൗണ്ട് 11 to 14 വീക്സിൽ നമ്മൾ ബേബീനെ ജനറ്റിക് സ്ക്രീനിങ് ചെയ്യുവാണ്. അതായത് ബേബിയുടെ നെക്കിൻ്റെ ബാക്കിലുള്ള ഫ്ലൂയിഡ് ലെവൽ, അതിനെയാണ് ന്യൂക്കൽ NT എന്ന് പറയുന്നത്, ന്യൂക്കൽ ട്രാൻസ്ലൂസൻസി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫ്ലൂയിഡ് ലെവൽ ഇച്ചിരി തിക്നെസ് കൂടി വരുവാണെങ്കിൽ, അല്ലെങ്കിൽ നേസൽ ബോൺ, അതായത് മൂക്കിൻ്റെ ബോൺ ഫോംഡ് ആയിരിക്കും, പക്ഷെ അതിൻ്റെ ആ ഒരു കാൽഷ്യം ഓസിഫിക്കേഷൻ എന്ന് പറയും. അപ്പം ആ നേസൽ ബോൺ ഫോർമേഷൻ ആയിട്ടില്ല. അങ്ങനെയുള്ള ചെറിയ ചെറിയ മാർക്കേഴ്സ് വെച്ചിട്ട് നമുക്ക് ഈ ജനറ്റിക് പ്രോബ്ലത്തിന് റിസ്ക് ഉള്ള ബേബീസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതാണ് ന്യൂക്കൽ സ്കാൻ എന്ന് പറയുന്നത്. അപ്പോൾ ദാറ്റ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് സ്കാൻ. അതായത് പലപ്പോഴും നമ്മളിങ്ങനെ ഓൾറെഡി 8ാം മാസത്തിൽ കുഞ്ഞിൻ്റെ 8 ആഴ്ചയുള്ളപ്പോൾ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് കണ്ടു കഴിയുമ്പോൾ പിന്നെ ഇനി സ്കാൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എല്ലാവർക്കും ഒരു 5ാം മാസത്തിലെ സ്കാനാണ് സ്കാൻ എന്ന് പറയുന്നത്. അതായത് കുഞ്ഞിന് പ്രശ്നങ്ങളുണ്ടോ എന്ന് കണ്ടുപിടിക്കുന്ന സ്കാൻ 5ാം മാസത്തിലെ സ്കാനാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് ആ 3rd മന്തിൽ തന്നെ നമുക്കത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അതാണ് ന്യൂക്കൽ സ്കാൻ. അപ്പം ഇൻ കേസ് ജനറ്റിക് പ്രോബ്ലംസ്, അതായത് ഈ ഡൗൺ സിൻഡ്രോം പോലത്തെ പ്രോബ്ലംസ് ഉള്ള ബേബീസിന് സ്കാനിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഓർഗനിലൊരു പ്രശ്നം, അതായത് ഇപ്പം ഏതെങ്കിലും അവയവം, ഹാർട്ടിന് പ്രശ്നം അല്ലെങ്കിൽ കിഡ്നിക്ക് പ്രശ്നം, അങ്ങനെ ഈ പ്രത്യേക പ്രശ്നങ്ങളായിട്ട് കാണണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ബേബീസിനെ പിക്ക് ചെയ്യാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ സ്ക്രീനിങ് എന്ന് പറയുന്നത്. സ്ക്രീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ പോപ്പുലേഷനിൽ നിന്ന് അറ്റ് റിസ്ക് ആയിട്ടുള്ള അമ്മമാരെ നമ്മൾ തരംതിരിക്കുവാണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം സ്ക്രീനിങ് ടെസ്റ്റുകളാണ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പം NT സ്കാൻ ചെയ്തിട്ട് അതിനകത്ത് എന്തെങ്കിലും ഒരു റിസ്ക് ഫാക്ടർ കണ്ടു, ഇപ്പം NT, അതായത് ന്യൂക്കൽ ട്രാൻസ്ലൂസൻസി ഇൻക്രീസ്ഡ് എന്ന് പറഞ്ഞു വന്നു എന്ന് വെച്ചോളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ അവരുടെ അടുത്ത് പറയും ഫർദർ ടെസ്റ്റുകളുണ്ട്. ആ സ്കാനിൽ ഒരു NT ഇൻക്രീസ്ഡ് ആയി എന്ന് വെച്ചിട്ട് കുഞ്ഞിന് അബ്നോർമാലിറ്റി വന്നു എന്നല്ല,
അതൊരു ജസ്റ്റ് ഒരു സ്ക്രീനിങ് ആണ്. അപ്പോൾ അതിൽ ഇൻക്രീസ്ഡ് ആയിട്ട് വന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അടുത്ത ടെസ്റ്റ് പറയും, കൺഫർമേറ്ററി ആയിട്ടുള്ളത്. ഓക്കെ, അപ്പം ആ ടെസ്റ്റ് ചെയ്തിട്ട് കുഞ്ഞിന് പ്രോബ്ലംസ് ഒന്നും ഇല്ല എന്ന് കൺഫേം ചെയ്തിട്ട് പ്രഗ്നൻസി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, ഇതിപ്പോൾ എല്ലാം കൊണ്ടും നോർമൽ ഡെലിവറി ആണെന്ന് വിചാരിക്കുന്നത്, വളരെ നോർമൽ ആയിട്ടുള്ളൊരു പ്രഗ്നൻസിക്കും നമ്മൾ ന്യൂക്കൽ സ്കാൻ ചെയ്യേണ്ടതുണ്ടോ? അപ്പോൾ ഉണ്ട്, ചില കണ്ടീഷൻസ് ഉണ്ട്. നമ്മൾ ഈ ബേബിക്ക് ജനറ്റിക് പ്രോബ്ലംസ് എക്സ്പെക്ട് ചെയ്യുന്ന കണ്ടീഷൻസ്. ഇപ്പം ഓൾറെഡി ഇതിപ്പോൾ രണ്ടാമത്തെ കുട്ടിയാണ്, ആദ്യത്തെ കുട്ടിക്ക് ജനറ്റിക് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഫാമിലിയിൽ ആർക്കെങ്കിലും ഒരു ജനറ്റിക് പ്രോബ്ലം ഉള്ളൊരു കുഞ്ഞുണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ഓൾറെഡി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്നുള്ളത്. അവർക്ക് ഡെഫിനറ്റ്ലി ചെയ്യണം. ബാക്കിയുള്ളവർക്ക് ഈ പറഞ്ഞ പോലെ അമ്മയുടെ ഏജ് കൂടുമ്പം അല്ലെങ്കിൽ ഫാദറിൻ്റെ ഏജ് കൂടുമ്പം, അതായത് അമ്മയുടെ ഏജ് ഒരു 35 ക്രോസ് ചെയ്തു, ഫാദറിൻ്റെ ഏജ് ഒരു 40 ക്രോസ് ചെയ്തു, ഈ രണ്ട് കേസസിലും ജനറ്റിക് പ്രോബ്ലംസ് വരാനുള്ള റിസ്ക് കൂടുതലാണ്. അപ്പം അവരും അറ്റ് റിസ്ക് ആണ്. ഓക്കെ, പിന്നെ പണ്ട് നമ്മൾ പറയുന്നത് അമ്മയുടെ ഏജ് കൂടിയാലേ കുഞ്ഞിന് പ്രോബ്ലംസ് വരത്തുള്ളൂ എന്നുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ സ്റ്റഡീസ് പറയുന്നത് ഏജ് ഒരു ഫാക്ടറാണ്. പക്ഷേ ഇപ്പോഴും ഒരു 20 വയസ്സ് 23 വയസ്സിൽ കൺസീവ് ആവുന്ന ഒരു കപ്പിളിനാണെങ്കിലും ഡൗൺ സിൻഡ്രോം ഉള്ള കുഞ്ഞുങ്ങളുണ്ടായ ഇത് ഹിസ്റ്ററി ഉണ്ടായിട്ടുണ്ട്. മനസ്സിലായോ? അപ്പം അതുകൊണ്ട് തന്നെ ജനറൽ പോപ്പുലേഷൻ എല്ലാവർക്കും ന്യൂക്കൽ സ്കാൻ ചെയ്യണം. അതിനൊപ്പം തന്നെ ഒരു ഡബിൾ മാർക്കർ എന്ന് പറഞ്ഞൊരു ടെസ്റ്റും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ കമ്പൈൻഡ് ആയിട്ടാണ് ചെയ്യുക. അപ്പം സ്കാൻ മാത്രം ചെയ്യുകയാണെങ്കിൽ 60% നമുക്കറിയാൻ പറ്റും കുഞ്ഞ് ഓക്കെ ആണോ അല്ലയോ എന്നുള്ളത്. ബാക്കി ഈ ഞാൻ ഈ പറഞ്ഞ ഡബിൾ മാർക്കർ, അതായത് അമ്മയുടെ ബ്ലഡ് എടുത്തിട്ട് കുറച്ച് ഹോർമോൺ ടെസ്റ്റുകളാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്കാനും ഈ ഡബിൾ മാർക്കറും കൂടെ കമ്പൈൻ ചെയ്യുമ്പം 90% ഓഫ് ദ ടൈം, 90 to 95% ഓഫ് ദ ടൈം നമുക്ക് അറിയാൻ പറ്റും കുഞ്ഞ് നോർമലാണെന്നുള്ളത്. അവിടെയും ഒരു 5% റിസ്ക് അവിടെ കിടപ്പുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഇതൊരു സ്ക്രീനിങ് മാത്രമാണ്. നമുക്ക് സ്ക്രീൻ ചെയ്യുവാണ്. കാരണം എല്ലാവർക്കും ഒരു 100% കൺഫർമേറ്ററി ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ സെൽസ് എടുത്ത് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിനുള്ളിലല്ലേ. അപ്പോൾ അതെടുക്കുക എന്ന് പറയുന്നത് കുറച്ചുകൂടി റിസ്കി പ്രൊസീജിയറാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിന് പോവാതെ ആദ്യമേ സ്ക്രീൻ ചെയ്തിട്ട് ആ സ്ക്രീനിങ്ങിൽ എന്തെങ്കിലും ഹൈ റിസ്ക് വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഫർദർ ടെസ്റ്റിംഗ് അഡ്വൈസ് ചെയ്യുന്നത്. അപ്പം ജനറൽ പോപ്പുലേഷൻ, അതായത് എല്ലാവർക്കും, എല്ലാ ഗർഭിണികൾക്കും 11 to 14 വീക്സിനിടയ്ക്ക് ഈ ന്യൂക്കൽ സ്കാനും ഡബിൾ മാർക്കർ ടെസ്റ്റും ചെയ്യണം എന്നാണ് പറയുന്നത്. 11 to 14 വീക്സ് അല്ലേ? അതെ, 11 to 14 വീക്സ്. 11 വീക്സ് എന്നൊക്കെ പറയുന്ന സമയത്ത് കുട്ടിയുടെ വളർച്ച ഇങ്ങനെ ആവുന്നല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതൊന്നും കുട്ടി വളരെ ചെറുതായിരിക്കില്ലേ? കുട്ടിയുടെ ഹൃദയമൊക്കെ അതിലും ചെറുതായിരിക്കും. അപ്പൊ അങ്ങനെ അത്രയും വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഇതിൽ നിന്ന് ടെസ്റ്റ് കണ്ട് നമ്മൾ ഇതൊക്കെ വിലയിരുത്തുന്നതും നമുക്ക് കണ്ടുപിടിക്കുന്നതൊക്കെ, അതായത് ഇപ്പം ചില കണ്ടീഷൻസ് ഉണ്ട്. അതായത് ഇപ്പം 11 വീക്സ് നമ്മൾ ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്, ആദ്യം നമുക്ക് 11 വീക്സിൽ അനോമലീസ് അറിയാൻ പറ്റില്ല എന്നുള്ളൊരു ഇതായിരുന്നു. ഓക്കെ, പക്ഷെ പിന്നീട് നമ്മൾ കണ്ടുപിടിച്ചു ചില കുട്ടികൾക്ക് തലയുണ്ടാവും പക്ഷെ തലയൊട്ടി ഫോം ആയിട്ടുണ്ടാവില്ല. അപ്പം അങ്ങനത്തെ കണ്ടീഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഹാർട്ട് ഉണ്ടാവുമ്പോൾ ഹാർട്ടിന് നമ്മൾ സാധാരണ 4 അറകളായിട്ടാണ് ഹാർട്ടിൻ്റെ ഇത് പറയുക. ചില കുട്ടികൾക്ക് 2 അറയെ കാണത്തുള്ളൂ. മനസ്സിലായി? അങ്ങനത്തെ മേജറായിട്ടുള്ള ഇത് ഹാർട്ടി പറഞ്ഞ പോലെ വളരെ കുഞ്ഞാണ്, ഭയങ്കര ചെറുതാണ്, വലിയ ഹാർട്ടിന് ചെറിയ ഹോൾ ഉണ്ടാവുക, അങ്ങനത്തെ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷേ ഇതുപോലുള്ള മേജർ അബ്നോർമാലിറ്റീസ് നമുക്ക് ആ 11 to 14 വീക്സിൽ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഒരു ഡിഫക്റ്റ് ഉണ്ട്. ഇപ്പോൾ ചില ബേബീസിന് വളരെ റെയറായിട്ട് കുഞ്ഞുങ്ങളുടെ ഹാർട്ട് ബോഡിയുടെ ഉള്ളിൽ നിൽക്കുന്നതിന് പകരം ഇച്ചിരി ഒന്ന് പുറത്തേക്ക്, അതായത് നമ്മുടെ ചെസ്റ്റ് വോൾ ഫോം ആവാത്ത ബേബീസ് ഉണ്ടാവാം, വയറിൻ്റെ വോൾ ഫോം ആവാത്ത ബേബീസ് ഉണ്ടാവാം. അങ്ങനത്തെ വലിയ വലിയ ഡിഫക്ട്സ് നമുക്ക് ആ 11 to 14 വീക്സിൽ തന്നെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. പണ്ടൊക്കെ അത് 20 വീക്സ് ആകുമ്പോഴാണ് അറിയുന്നത് കുഞ്ഞിന് ഇത്രയും പ്രോബ്ലംസ് ഉണ്ട് എന്നുള്ളത്. ഇത് നമുക്ക് വളരെ ഏർലി ഡിറ്റക്ഷൻ ആണ്. അത് തന്നെയാണ് ഫീറ്റൽ മെഡിസിൻ്റെ ഒരു പോസിറ്റീവ് തിങ്. അതായത് എനി അബ്നോർമൽ ബേബി ഓൾവേസ് ആ കപ്പിളിന്, അതായത് ആ ഹസ്ബൻഡിനും വൈഫിനും അതൊരു ട്രോമയാണ്. അപ്പം ആ അമ്മ അത് 20 ആഴ്ച വരെ കൊണ്ട് നടന്ന് കഴിഞ്ഞിട്ട് പിന്നെ ആ പ്രഗ്നൻസി ലൂസ് ആവുക എന്ന് പറയുന്നത് ദാറ്റ് ഈസ് വെരി ട്രോമാറ്റിക് ഫോർ ഹെർ, അല്ലേ? സോ ആ 11 to 13 വീക്സിൽ ആ ഡിറ്റക്ഷൻ വരുമ്പം ഈസി ആണെന്നല്ല ഞാൻ പറയുന്നത്, ബട്ട് മേക്സ് അറ്റ്ലീസ്റ്റ് ലിറ്റിൽ ബിറ്റ് ബെറ്റർ ഫോർ ഹെർ. അതാണ്. ഇപ്പം ഈ 11 മാസം മുതൽ 11 ആഴ്ച മുതൽ 13 ആഴ്ച വരെയുള്ള ഈ പ്രഗ്നൻസിയിൽ ഈ പറഞ്ഞ പോലെ ഡോക്ടർ പറഞ്ഞ പോലെ ഹൈ റിസ്ക് കാറ്റഗറിയാണ്. അതൊരു അബ്നോർമാലിറ്റീസ് ഉണ്ട് കുട്ടികളെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളുടെ മുന്നിലുള്ള ഓപ്ഷൻ അപ്പോൾ നമ്മൾ അബോട്ടിങ്ങിലേക്ക് പോകാന്നുള്ളതാണോ, അല്ലെങ്കിൽ എത്ര ശതമാനം വരെ ഉള്ളതാണ് നമ്മൾ അബോഷനിലേക്ക് അപ്പോൾ സജസ്റ്റ് ചെയ്യുക? ഡിപ്പെൻസ് ഓൺ ദ അബ്നോർമാലിറ്റി. അതായത് മേജറായിട്ടുള്ള അബ്നോർമാലിറ്റി എന്ന് വെച്ചാൽ കുഞ്ഞിന് തലയോട്ടി ഫോം ആയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു അബ്നോർമാലിറ്റി ഉള്ള കുഞ്ഞിന് ജനിച്ചാലും എന്താ സർവൈവ് ചെയ്യാൻ, അതായത് ജീവിക്കാൻ പറ്റാത്തൊരു കുഞ്ഞാണ്. മനസ്സിലായോ? അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഡെഫിനറ്റ്ലി എന്തൊക്കെയാണെങ്കിലും അതൊരു ആ ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും ആ കപ്പിളിൻ്റെ തീരുമാനമാണ് ഞാൻ ഈ പ്രഗ്നൻസി മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്നുള്ളത്. അത് തീരുമാനം എടുക്കുന്നത് ഡോക്ടേഴ്സും അല്ല, ആരുമല്ല. അവരാണ് തീരുമാനിക്കുക ഇത് വേണോ വേണ്ടയോ എന്നുള്ളത്. പിന്നെ നമ്മൾ അവരുടെ ഡിസിഷനെ റെസ്പെക്റ്റ് ചെയ്യുന്നു, അതേ ഉള്ളൂ. നമ്മൾ ഡയഗ്നോസിസ് പറയുന്നു, അവർ ഡിസിഷനെ റെസ്പെക്റ്റ് ചെയ്യുന്നു. സോ ആ സമയത്ത് ഇത്രയും സിവിയർ അബ്നോർമാലിറ്റി, ആ കുഞ്ഞ് ജനിച്ചാലും തലയോട്ടില്ലാതെ കുഞ്ഞിന് ജീവിക്കാൻ പറ്റത്തില്ല. ജനിച്ചാൽ തന്നെ മാക്സിമം ഒരു മണിക്കൂറുകൾ അല്ലെങ്കിൽ 1-2 ദിവസം
അങ്ങനെ അത് കഴിയുമ്പോൾ കുഞ്ഞ് മരിക്കും. അപ്പം അങ്ങനെയുള്ള വളരെ സിവിയർ ആയിട്ടുള്ള അബ്നോർമാലിറ്റീസ് ഉള്ളത് ഡെഫിനറ്റ്ലി അവർ അബോർഷൻ, അത് മിസ്കാരേജിലോട്ട് തന്നെയാണ്, പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യുന്നതിലോട്ട് തന്നെയാണ് പോവുക. പിന്നെ ചെറിയ അബ്നോർമാലിറ്റീസ്, അതായത് ഇപ്പം എന്താ പറയുക, അബ്ഡോമിനൽ വാളിൽ ചെറിയൊരു ഡിഫക്റ്റ് കണ്ടു, അതൊക്കെ സർജിക്കലി കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ചില അബ്നോർമാലിറ്റീസ് ആയിരിക്കും. പല ടൈപ്പ് ഉണ്ട്, അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കുറേ ഉണ്ട്. അപ്പോൾ പല ടൈപ്പ് ഓഫ് ഡിഫക്ട്സിൽ മേ ബി ഒരെണ്ണം ഒരു വെരി സട്ടിലായിട്ടുള്ള ചെറിയൊരു ഡിഫക്റ്റ് ആണെന്ന് വെച്ചോളൂ. മേ ബി അത് നമുക്ക് ചിലപ്പോൾ പ്രഗ്നൻസി വളരുമ്പോൾ അത് കറക്റ്റഡ് ആവാൻ ചാൻസ് ഉള്ള ഒരു ഡിഫക്റ്റ് ആയിരിക്കാം. മനസ്സിലായോ? അത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് ആ സ്കാനിൻ്റെ ഇമ്പോർട്ടൻസ്. അതായത് ഞാനിവിടെ ഇൻ്റർഫിയർ ചെയ്യണോ അതോ കുറച്ച് കഴിയുമ്പം അത് തന്നെ കറക്റ്റഡായി ബേബി സർവൈവ് ചെയ്യുമോ ഇല്ലയോ എന്ന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ആ സ്കാൻ അത്രയും ഇമ്പോർട്ടൻറ്റ്. ചില കേസസിൽ നമുക്ക് ആ 11 to 14 വീക്സ് ഒരു ഡിസിഷൻ എത്താൻ പറ്റാത്തൊരവസ്ഥ വരാറുണ്ട്. അതായത് ആ ഒരു ഡിഫക്റ്റ് കാണുമ്പോൾ അതിന് പ്രോഗ്രസ് ചെയ്യുമോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചില കേസസിൽ അത് എന്താ പറയുക, റെക്ടിഫൈ ചെയ്ത് അങ്ങ് പോവുകയും ചെയ്യാറുണ്ട്. എനിത്തിങ് ആ പോയിന്റിൽ നമുക്ക് ഇമ്പോർട്ടൻസ് ബേബിക്ക് ജനറ്റിക് പ്രോബ്ലംസ് ഇല്ല എന്ന് റൂൾ ഔട്ട് ചെയ്യുന്നതാണ്. കാരണം ജനറ്റിക് പ്രോബ്ലം എന്ന് പറയുന്നത് അതിനൊരു ക്യൂർ ഇല്ല. അതായത് നമ്മുടെ ബോഡിയിലെ ഓരോ സെല്ലിൻ്റെ ഉള്ളിലെയും ക്രോമസോം എന്ന് പറഞ്ഞ ഒരു എൻറ്റിറ്റിയാണ്. അപ്പോൾ അത് മാറാൻ പോകുന്നില്ല. അത് ഒരു സെല്ലല്ല, ആ ബോഡി ഡിവൈഡ് ചെയ്ത് കുഞ്ഞ് വളരും തോറും അത് അങ്ങനെ തന്നെ ഇരിക്കത്തുള്ളൂ. അതിനൊരു ട്രീറ്റ്മെൻറ്റ് മേ ബി കുറച്ചൊരു റിലീഫ് ആ കുഞ്ഞിന് കൊടുക്കാൻ പറ്റുന്നല്ലാതെ അതൊരു ക്യൂറബിൾ തിങ് അല്ല. അപ്പം അങ്ങനെ ഒരു ജനറ്റിക് പ്രോബ്ലം ഡിറ്റക്ട് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഇൻറ്റൻഷൻ. അതിൻ്റെ കൂടെ തന്നെ ബാക്കി എന്തെങ്കിലും സ്ട്രക്ചറൽ പ്രോബ്ലംസ്, അതായത് കുഞ്ഞിൻ്റെ അവയവങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതും എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് നമ്മൾ എന്താ ഒരു മൾട്ടി ഡിസിപ്ലിനറി ആയിട്ട് സംസാരിച്ച് പ്രഗ്നൻസി മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടിയോ എന്നുള്ളത് അവിടെ നിന്ന് ഡിസൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പം അബ്നോർമാലിറ്റീസ് ഒക്കെ ഭയങ്കര കൂടുതലാണ് എന്നിരിക്കട്ടെ. ഇപ്പം ചില പാരൻസ് ഒക്കെ ഉണ്ടാവില്ല, അത് കുറേ നാൾ ട്രൈ ചെയ്തിട്ടുണ്ടാവുന്ന കുട്ടി, അപ്പം ഞങ്ങൾക്ക് അബ്നോർമാലിറ്റീസ് ഉണ്ടെങ്കിൽ സാരില്ല നമുക്ക് ഡെലിവറിയിലേക്ക് തന്നെ പോകാമെന്ന് പറയുന്ന കേസസ് ഉണ്ടാവാറുണ്ട്. അപ്പം എന്താ ഇപ്പം ചെയ്യാറ്? ആ സമയത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ അവരുടെ അടുത്ത് അവരെ മനസ്സിലാക്കി, എപ്പോഴും ഒരു ഹെൽത്തി ബേബി ഉണ്ടാവാനാണ് എല്ലാവരും ആഗ്രഹിക്കുക അല്ലേ? അപ്പം അവരെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ഈ ബേബി ജനിച്ചാലും കുഞ്ഞിന് എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവാം, അതായത് കുഞ്ഞ് സർവൈവ് ചെയ്യാൻ പറ്റുമോ, കുഞ്ഞിന് നടക്കാൻ പറ്റുമോ എന്നറിയില്ല. ചില സ്പൈന ബൈഫിഡ എന്നൊക്കെ പറഞ്ഞുള്ള കുറച്ച് ഡിഫക്ട്സ് ഉണ്ട്. അത് ബേബിയുടെ സ്പൈനായിരിക്കും ഇഷ്യൂസ് വരിക. അപ്പോൾ സ്പൈനൽ കോഡ്, അപ്പം അതൊക്കെ ഈ 11 to 14 വീക്സിൽ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് അബ്നോർമാലിറ്റീസ് ആണ്. അത് കാരണം ബ്രെയിനിൽ ഇഷ്യൂസ് വരും. അപ്പം അങ്ങനെയുള്ള ഒരു ബേബി, അത്രയും സിവിയർ ഡിഫക്റ്റ് ഉള്ള ഒരു ബേബി വന്നു കഴിഞ്ഞാൽ ബേബിക്ക് ചിലപ്പോൾ നടക്കാൻ പറ്റണമെന്നില്ല, ബ്ലാഡർ കൺട്രോൾ ഉണ്ടാവണമെന്നില്ല, അതിൽ യൂറിൻ പാസ് ചെയ്യാനും മോഷൻ പാസ് ചെയ്യാനുള്ള കൺട്രോൾ ഉണ്ടാവണമെന്നില്ല, ബ്രെയിൻ എത്രത്തോളം ഡെവലപ്പ് ആവും, അതായത് ഇൻ്റലിജൻസ് എത്രത്തോളം ഉണ്ടാവും, അത് അഫക്റ്റഡ് ആവോ ഇല്ലയോ, ഇതൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ചിലപ്പോൾ തലയിൽ വെള്ളക്കെട്ട് പോലെ വരാം, സർജറീസ്, റിപ്പീറ്റഡ് സർജറീസ് വേണ്ടി വരാം, എന്നൊക്കെ ഇവയൊക്കെ പ്രോബ്ലംസ് ഒക്കെ വരാം. അതല്ല, വളരെ ചെറുതായിട്ടുള്ളൊരു ഡിഫക്റ്റാണ്, സർജിക്കലി നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഡിഫക്റ്റാണ്. അപ്പം ബേസിക്കലി ആ പാരൻസിന് നമ്മൾ പറഞ്ഞു കൊടുക്കുവാണ് ഇത് എന്താണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, ചിലപ്പോൾ 5th മന്തിൽ നമുക്ക് ഒരു ആൻസർ കിട്ടത്തുള്ളായിരിക്കും. കാരണം എത്ര പ്രോഗ്രസ് ചെയ്തു നമുക്ക് ആ 5th മന്തിൽ അറിയാൻ പറ്റത്തുള്ളായിരിക്കും. ചില സമയത്ത് നമുക്ക് 5th മന്തിലും നമുക്കൊരു ഐഡിയ കിട്ടാതെ വരാറുണ്ട്. അപ്പം ഇന്നതൊക്കെ സംഭവിക്കാം, ഇൻ ദ വേഴ്സ്റ്റ് സിനാരിയോ ഇന്നതൊക്കെ സംഭവിക്കാം. മാക്സിമം തരാൻ പറ്റാവുന്ന ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഇത്രയൊക്കെയാണ്. ഇത്രയും ആ പാരൻസിനെ നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റും. ഫൈനലി ദ ഡിസിഷൻ ഈസ് ദെയർസ്, വെദർ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യണോ, ആ ബേബിക്കുള്ള സപ്പോർട്ട് കൊടുക്കാനുള്ള ഇത് ആ പാരൻസിനും ഉണ്ടോ. ഓക്കെ, കാരണം ദാറ്റ് വിൽ ബി ലൈക്ക് ഫുൾ ടൈം ആ ബേബിക്ക് നമ്മളൊരു സപ്പോർട്ട് കൊടുക്കേണ്ടി വരും. മനസ്സിലായി? അപ്പം അതിനുള്ള മെൻ്റലിയും ഫിസിക്കലിയും ഫൈനാൻഷ്യലിയും ദാറ്റ് പാരൻസ് ഷുഡ് ബി വെൽ സൗണ്ട്. അപ്പം ദാറ്റ്സ് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇറ്റ്സ് ഓൾവേസ് ദ പാരൻസ് ഡിസിഷൻ. ആ കുഞ്ഞിന് ജന്മം കൊടുക്കണമോ എന്ത് വേണം എന്നുള്ളത് ഇറ്റ്സ് ഓൾവേസ് പാരൻസ് ഡിസിഷൻ. ഓക്കെ, ഇപ്പോൾ ഈ ന്യൂക്കൽ സ്കാനിങ്ങിലൂടെ ഇപ്പോൾ റയറസ്റ്റ് ഓഫ് ദി റയറസ്റ്റ് അബ്നോർമാലിറ്റീസ് ഒക്കെ കണ്ടിട്ടുണ്ടോ? അതാണ് ചില കേസസിൽ ഈ പറഞ്ഞ പോലെ ഓൾവേസ് ജനറ്റിക് അബ്നോർമാലിറ്റീസ് ചിലത് ഭയങ്കര കോമൺ ആയിട്ട് കാണുന്നതായിരിക്കാം, പക്ഷേ നോട്ട് ഓൾവേസ്. ഈ ചില ഫാമിലീസിൽ ജനറ്റിക് പ്രോബ്ലംസ് റൺ ചെയ്യുമ്പം ഈ പറഞ്ഞ പോലെ അത് എല്ലാ ജനറേഷനും ട്രാൻസ്മിറ്റഡ് ആയി വരാറുണ്ട് ഈ പറഞ്ഞ പോലെ. അപ്പം അത് ചിലപ്പോൾ വളരെ റെയർ ആയിട്ടുള്ള നമ്മൾ സാധാരണ ആൾക്കാർക്കൊന്നും കേൾക്കാത്തൊരു സംഭവമായിരിക്കും. ഡോക്ടർ, ഇപ്പോൾ ഒരു ന്യൂക്കൽ സ്കാനിങ്ങില്ലേ ഈ പറയുന്ന പോലെ ഒരു കുട്ടിക്ക് ഒരു പ്രശ്നം കണ്ടെത്തി, അത് പക്ഷേ കുഴപ്പമില്ല, അത് പിൽക്കാലത്തേക്ക് മാറും എന്നുള്ള രീതിയിലേക്കുള്ളൊരു കൺക്ലൂഷനും ഡിസിഷനൊക്കെ എങ്ങനെയാണ് വരുന്നത്, അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് പറയുമോ? ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ 11 to 14 വീക്സ് അത് ന്യൂക്കൽ സ്കാനിൻ്റെ സമയത്ത് സ്കാൻ ചെയ്തു, ബേബിക്ക് ഒരു ചെറിയൊരു അബ്നോർമാലിറ്റി കണ്ടു. അപ്പം അതിൻ്റെ കൂടെ നമ്മൾ ഡബിൾ മാർക്കർ ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ഡബിൾ മാർക്കർ ടെസ്റ്റ് ചെയ്തു, എല്ലാം കൂടെ ചെയ്തപ്പോൾ ലോ റിസ്ക് എന്ന് പറഞ്ഞാണ് വന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ 16 വീക്സ് ആകുമ്പം ഒന്നും കൂടെ ആ പേഷ്യൻറ്റിനെ വിളിപ്പിക്കും. കാരണം അന്നേരം ഒന്നും കൂടെ സ്കാൻ ചെയ്ത് നോക്കും, ആ ചെറിയ ഡിഫക്റ്റ് നമുക്ക് തോന്നിയത് അത് വലുതാവുന്നുണ്ടോ അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ നിൽക്കുവാണോ, അത് ബേബീൻ്റെ ഗ്രോത്തിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കാനായിട്ട് 16 വീക്സിൽ നോക്കി. 16 വീക്സിലും കുഴപ്പമില്ലെന്ന് തോന്നുമ്പോൾ അഗെയിൻ 20 വീക്സ് നമ്മൾ ഒന്നുകൂടെ നോക്കുന്നു. ഓക്കെ, ഈ ഏതെങ്കിലും സ്കാൻസിൽ നമുക്ക് തോന്നുവാണ് ഡിഫക്റ്റ് ഇച്ചിരി കൂടുവാണ്, അല്ലെങ്കിൽ അത് ബേബിയുടെ ഏതെങ്കിലും ഓർഗൻസിനെ അഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ബേബിയുടെ സർവൈവലിനെ അഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ പാരൻസിനെ കൗൺസിൽ ചെയ്യും, ഇന്ന പ്രോബ്ലംസ് ഉണ്ടാവാൻ ചാൻസ്. അപ്പം നമുക്ക് ആ 20 വീക്സ് വരെ നമുക്ക് സമയമുണ്ട് ഡിസൈഡ് ചെയ്യാനായിട്ട് എന്തെങ്കിലും പ്രോബ്ലമാറ്റിക് ആണോ, ഈ കുഞ്ഞ് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനായിട്ട്.
അതുപോലെ തന്നെയാണ് ഇപ്പം ചില കേസസിൽ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 90-95% അറിയാൻ പറ്റും ഡൗൺ സിൻഡ്രോം റിസ്ക് ഉണ്ടോ എന്നുള്ളത് ഡബിൾ മാർക്കറും NTയും കൂടെ ചെയ്യുമ്പോൾ. വേറൊരു ഓപ്ഷൻ ഉള്ളത് NIPT എന്ന് പറയും, അത് നോൺ ഇൻവേസീവ് പ്രീനേറ്റൽ ടെസ്റ്റിംഗ് എന്ന് പറയും. അതായത് കുഞ്ഞിന് അമ്മയുടെ ബ്ലഡ് എടുത്തിട്ട് അമ്മയുടെ ബ്ലഡിൽ നിന്ന് കുഞ്ഞിൻ്റെ സെൽസ് നമുക്ക് എടുക്കാൻ പറ്റും. അതിനാണ് നമ്മൾ NIPT എന്ന് പറയുന്നത്. ഓക്കെ, അത് എടുത്തിട്ടും നമുക്ക് ഇതുപോലെ തന്നെ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാം ബേബിക്ക് ഡൗൺ സിൻഡ്രോം പോലെ എന്തെങ്കിലും റിസ്ക് ഉണ്ടോ എന്നുള്ളത്. അതിനകത്ത് ഓൾമോസ്റ്റ് 99.9% നമുക്ക് അറിയാൻ പറ്റും മറ്റേതിനേക്കാളും. അതായത് ഓൾമോസ്റ്റ് മറ്റേത് 90 എന്ന് പറയുമ്പോൾ ഇത് ഓൾമോസ്റ്റ് 99.9% അറിയാൻ പറ്റും ബേബി നോർമൽ ആണോ അല്ലയോ എന്നുള്ളത്. മെയിനായിട്ട് നമ്മൾ പറയുന്നത് ഈ പറഞ്ഞ പോലെ ഡൗൺ സിൻഡ്രോം, അതായത് മംഗോളിസം എന്ന് പറയും. ഇപ്പോൾ ഡൗൺ സിൻഡ്രോം, പിന്നെ വേറെ 2 സിൻഡ്രോമിക് കണ്ടീഷൻസ് ഉണ്ട്, എഡ്വേർഡ് പെട്ടാവ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ആ 3 സിൻഡ്രോംസ് ആണ് നമ്മൾ മെയിനായിട്ട് സ്ക്രീൻ ചെയ്യുന്നത്. NIPT എന്ന് പറഞ്ഞ ടെസ്റ്റും ഈ പറഞ്ഞ പോലെ സ്ക്രീനിങ് തന്നെയാണ്, അതൊരു കൺഫർമേറ്ററി ടെസ്റ്റ് അല്ല. ഓക്കെ, ഞാനീ പറഞ്ഞ ഡബിൾ മാർക്കറും NIPTയും സ്ക്രീനിങ് ആണ്. ഇത് രണ്ടെണ്ണത്തിൽ നമ്മൾ റിസ്ക് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിനകത്ത് ഏതിലെങ്കിലും ഹൈ റിസ്ക് എന്ന് പറഞ്ഞ് വന്നാൽ വി ഗോ ടു ദ നെക്സ്റ്റ് ലെവൽ. അതായത് കുഞ്ഞിന് ചുറ്റുമുള്ള വെള്ളം കുത്തിയെടുത്തിട്ട് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കും. അത് നമ്മൾ ഇൻവേസീവ് ടെസ്റ്റിംഗ് എന്ന് പറയും. ഓക്കെ, ആ ഇൻവേസീവ് ടെസ്റ്റിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ആ കുഞ്ഞിൻ്റെ സെൽസ് ഡയറക്റ്റ്ലി എടുക്കുന്നതുകൊണ്ട് അത് ടെസ്റ്റ് ചെയ്യാൻ വിടുന്നു. 100% നമുക്ക് അറിയാൻ പറ്റും. അത് മാത്രമാണ് കൺഫർമേറ്ററി ടെസ്റ്റ്. ഓക്കെ, ഞാൻ ഇപ്പോൾ ഒരു ഡൗട്ട് ചോദിച്ചിട്ട്, ഇപ്പോൾ ന്യൂക്കൽ സ്കാനിങ്ങിലും മറ്റെല്ലാ സ്കാനിങ്ങിലും വളരെയധികം സ്വാഭാവികമായിട്ടുള്ളൊരു ബർത്താണ് എന്ന് കണ്ടിട്ട്, പക്ഷേ ഡെലിവറി സമയത്ത് അബ്നോർമാലിറ്റീസ് ഉണ്ടാവാവുന്ന ചാൻസ് ഉണ്ടോ? ഗ്രോസ്, അതായത് വലിയ അബ്നോർമാലിറ്റീസ് ആയിട്ട് കാണാനുള്ള ചാൻസസ് കുറവാണ്. കാരണം നമ്മൾ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഈച്ച് ആൻഡ് എവറി ഓർഗൻ എടുത്തിട്ട് നോക്കുവാണ്. പക്ഷെ ചില കണ്ടീഷൻസ് നമുക്ക് സ്കാനിലും കണ്ടുപിടിക്കാൻ പറ്റാത്തതായിട്ടുണ്ട്. ഉണ്ട്. ഒന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ലിപ്പ് നമ്മൾ നോർമലാണോ നമ്മൾ നോക്കും സ്കാനിങ്ങിൽ. ലിപ്പിൻ്റെ താഴെ നമ്മുടെ പാലറ്റ് എന്ന് പറയും, അതായത് അണ്ണാക്ക്, ആ ഭാഗത്ത് ചിലപ്പോൾ ഡിഫക്ട്സ് സ്കാനിൽ കാണണമെന്നില്ല. ബിക്കോസ് ഇറ്റ് ഇസ് ഡിഫിക്കൾട്ട് ആ സമയത്ത് കാണാനായിട്ട്. അതൊരു പോസിബിലിറ്റിയാണ്. ഇപ്പോൾ നമ്മൾ ഹാർട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കും. പക്ഷെ ചില കേസസിൽ ഈ പറഞ്ഞ പോലെ ഹാർട്ടിലുള്ള ചെറിയ ഹോൾസ് ഒന്നും കാണാൻ പറ്റത്തില്ല. കാരണം കുഞ്ഞിൻ്റെ ഹാർട്ട് അത്രയും ചെറുതാണെന്ന് ആലോചിക്കണം. ആ ചെറിയ ഹാർട്ടിനുള്ളിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരെണ്ണേ ഉള്ളൂ, 2 ഉള്ളൂ, അങ്ങനെ വരിക. അല്ലെങ്കിൽ ഏതെങ്കിലും വാൽവ് വർക്ക് ചെയ്യുന്നില്ല, അങ്ങനത്തെ ഒക്കെ നമുക്ക് സ്കാൻ വഴി കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഈ കുഞ്ഞി ഹോൾസ്, അതായത് വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റ് എന്നൊക്കെ പറയുന്ന ആ കുട്ടി സാധനങ്ങൾ ചിലപ്പോൾ സ്കാനിൽ കണ്ടുപിടിക്കാൻ പറ്റണമെന്നില്ല. പക്ഷെ അതൊക്കെ കറക്റ്റബിൾ ആണ്. മനസ്സിലായോ? നമ്മുടെ മെയിൻ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് മേജർ ഡിഫക്റ്റ് ഉള്ള ഒരു കുഞ്ഞ്, അതായത് ഇപ്പം വലിയൊരു ഡിഫക്റ്റ് ഉള്ള ഒരു കുഞ്ഞെന്ന് വെച്ചാൽ ഞാനിപ്പോൾ പറഞ്ഞ പോലെ സ്പൈന ബൈഫിഡ ഉള്ള കുഞ്ഞിനെ ഒരു പാരൻസ് തീരുമാനിക്കുവാണ് ഞങ്ങൾ മുന്നോട്ട് പോകുവാണ് ഡെലിവറി ആക്കാനായിട്ട് എന്നുള്ളതിൽ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു കുഞ്ഞ് ജനിക്കുന്നത് എപ്പോഴും ഒരു ടേർഷ്യറി കെയർ സെൻറ്റർ, അതായത് ഇതിനുള്ള സൗകര്യങ്ങളെല്ലാം ഉള്ള ഒരു സ്ഥലത്തായിരിക്കണം. അപ്പോൾ ഒരു പ്രോപ്പർ നിയോനേറ്റോളജിസ്റ്റ്, ഒരു പീഡിയാട്രിക് സർജൻ, ന്യൂറോ സ്പെഷ്യലിസ്റ്റ് എല്ലാവരും ഉള്ള സ്ഥലത്തേ കുഞ്ഞ് ജനിക്കാവുള്ളൂ. ഒരു പെരിഫറിയിൽ ഒരു കുട്ടി ഹോസ്പിറ്റലിൽ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിന് വേണ്ട സപ്പോർട്ട് ആ സമയത്ത് കുഞ്ഞിന് കിട്ടത്തില്ല. മനസ്സിലായോ? അപ്പം അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളത് കൂടിയാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. എപ്പോൾ കുഞ്ഞ് ജനിക്കണം, എവിടെ ജനിക്കണം, ആരൊക്കെ ആ സമയത്ത് കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് ആരുടെയൊക്കെ പ്രസൻസ് അവിടെ വേണം, ഇതൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റണമെങ്കിൽ നമുക്ക് ഈ കണ്ടീഷൻ ഉണ്ടെന്ന് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റണം. അതിൻ്റെയും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടെസ്റ്റുകളും ഇതെല്ലാം നേരെക്കൂട്ടി ചെയ്യുന്നത്. അപ്പം ചെറിയ ഡിഫക്ട്സ് ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ മിസ്സാവാം, പക്ഷേ അത് ഈ പറഞ്ഞ പോലെ കറക്റ്റബിൾ ആയിരിക്കും. ഒരു മേ ബി ഒരു സർജറി വേണ്ടി വരാം, ബട്ട് സ്റ്റിൽ ചിലത് നമുക്ക് ആ സ്കാനിലൂടെയും കണ്ടുപിടിക്കാൻ പറ്റാത്തതായിട്ടുണ്ട്. ബ്രെയിൻ്റെ ഡെവലപ്മെൻറ്റ് നമ്മൾ 5-ാം മാസത്തിൽ ചെയ്യുമ്പോൾ കംപ്ലീറ്റ്ലി നോർമലായിട്ട് വരാം. പക്ഷേ ഈ പറഞ്ഞ പോലെ ബ്രെയിൻ എന്ന് പറയുന്നത് കുഞ്ഞിൻ്റെ 2 വയസ്സ് വരെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഓർഗനാണ്. ഓക്കെ, അപ്പോൾ അത് ചിലപ്പോൾ 7-ാം മാസം 8-ാം മാസത്തിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ കാണുകയ്ക്ക് ബ്രെയിനിൽ എന്തെങ്കിലും ഡിഫക്ട്സ് അല്ലെങ്കിൽ ഏതെങ്കിലും സാധനം പ്രോപ്പറായിട്ട് ഡെവലപ്പ് ആയില്ല എന്നുള്ളതൊക്കെ അങ്ങനെ സംഭവിക്കാം. ഇതിപ്പോൾ എന്തൊക്കെ സ്കാനിങ് ആണ്? ഇപ്പോൾ ഈ സ്കാനിങ് തൊട്ട് 9-ാം മാസം വരെയുള്ള കുറേ അധികം സ്കാനിങ്. ഈ സ്കാനിങ് കൂടുതലായിട്ട് ചെയ്യുമ്പോൾ കുട്ടികളുടെ ബർത്തിന് അത് മോശമായിട്ട് ബാധിക്കാനുള്ള ചാൻസ് ഉണ്ടോ? ഇല്ല, അതില്ല. കാരണം അൾട്രാസൗണ്ട് സ്കാനിങ് പ്രഗ്നൻസിയിൽ സേഫ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ അൾട്രാസൗണ്ട് മാത്രം ചെയ്യുന്നത്. നമ്മൾ ഒരിക്കലും CTO MRI പറയാറില്ല. MRIയും സേഫാണ് പ്രഗ്നൻസിയിൽ, പക്ഷേ അത് ഇൻഡിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ MRI. ചില കണ്ടീഷൻസിൽ ഈ പറഞ്ഞ പോലെ ഞാൻ ബ്രെയിൻ്റെ ഡിഫക്റ്റ് ഉള്ള ബേബീസിന് ചിലപ്പോൾ സ്കാൻ വഴി നമുക്ക് അത്രയും ഡിറ്റക്ഷൻ റേറ്റ് കിട്ടണമെന്നില്ല. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് തോന്നുമ്പോൾ നമ്മൾ ഫീറ്റൽ MRI ബ്രെയിൻ ചെയ്യിപ്പിക്കാറുണ്ട്. അത് വളരെ റെയറായിട്ട് ചെയ്യിപ്പിക്കാറുള്ളൂ. അൾട്രാസൗണ്ട് കംപ്ലീറ്റ്ലി സേഫാണ്. പിന്നെയും എന്തെങ്കിലും ഒരു പ്രോബ്ലം എന്ന് തോന്നുന്നത് ഡോപ്ലസ്, അതായത് നമ്മൾ ബ്ലഡ് ഫ്ലോസ് കുഞ്ഞിൻ്റെ ബ്ലഡ് ഫ്ലോസ് നോക്കുന്നതാണ്. പക്ഷേ അതിനും നമ്മൾ മിനിമം ടൈം എടുത്തിട്ടാണ് ചെയ്യുക, സോ ദാറ്റ് ബേബിക്ക് പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവാതിരിക്കാനായിട്ട്. ആ ഡോപ്ലസ് ഇല്ലാതെ വെറും അൾട്രാസൗണ്ട്, അത് വെറും സൗണ്ട് വേവ്സ് ആണ്. അതുകൊണ്ട് ബേബിക്ക് ഡിഫക്റ്റ് ഒന്നും വരണ്ട ആവശ്യമില്ല. എന്തായാലും ഗർഭിണിയായിരിക്കുന്ന ഒരു സ്ത്രീ മസ്റ്റായിട്ടും ചെയ്തിരിക്കേണ്ട സ്കാൻ ചോദിച്ചാൽ എന്തൊക്കെയാ പറയാ? മസ്റ്റായിട്ട് ചെയ്യേണ്ട സ്കാൻ 4 പറയും. ഫസ്റ്റ് വൺ ഒരു 7 to 8 വീക്സ് ആവുമ്പോൾ ഡേറ്റിംഗ് സ്കാൻ എന്ന് പറയും. അതായത് എസ്പെഷ്യലി വെൻ ഇപ്പോൾ പീരിയഡ്സ് റെഗുലറായിട്ട് വരുന്ന ഒരാളാണെങ്കിൽ ആ സ്കാനിൻ്റെ ഡേറ്റ് വെച്ചിട്ടായിരിക്കും അയാൾ ഡെലിവറി ഡേറ്റ് ഡിസൈഡ് ചെയ്യുക. ബേബിക്ക് ഹാർട്ട് ബീറ്റ് വന്നിട്ടുണ്ടെന്നുള്ളത് കൺഫേം ചെയ്യാനുള്ള ഡേറ്റ്, ദാറ്റ് ഇസ് നോൺ ആസ് എ ഡേറ്റിംഗ് സ്കാൻ. പ്രഗ്നൻസി യൂട്രസിൻ്റെ ഉള്ളിലാണെന്നുള്ളത് കൺഫേം ചെയ്യാനായിട്ട്. അതായത് ചില കേസസിൽ പ്രഗ്നൻസി ഔട്ട്സൈഡ് ദ യൂട്രസ് വരാം, ട്യൂബിൽ വരാം. അങ്ങനെ വരുമ്പോൾ റപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ അത് അമ്മയുടെ ജീവന ആപത്ത് വരാം. സോ ദാറ്റ് സ്കാൻ ഇസ് ഇമ്പോർട്ടൻറ്റ്. അത് സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്കാനാണ്. ഓക്കെ, യൂഷ്വലി ഒരു 7 to 8 വീക്സിൽ ചെയ്യാൻ ശ്രമിക്കാം. സെക്കൻഡ് വൺ ഇസ് ദ സ്നൂക്കൽ സ്കാൻ, 11 to 14 വീക്സ് ബേബിയുടെ ജനറ്റിക് സ്ക്രീനിങ്ങിനുള്ള സ്കാനാണ്. അതൊരിക്കലും മിസ്സാക്കരുത്. അതിൻ്റെ കൂടെ ഡബിൾ മാർക്കർ ചെയ്യുക,
വേറെ എന്തെങ്കിലും റിസ്ക് ഫാക്ടേഴ്സ് കൂടുതലുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് വിൽ സജസ്റ്റ്. അങ്ങനെയാണെങ്കിൽ NIPT പോകാം. NIPT ഇച്ചിരി കോസ്റ്റ്ലി ആയതുകൊണ്ടാണ് നമ്മൾ എല്ലാവർക്കും NIPT പറയാത്തത്. സോ അത് തേർഡ് വൺ വിൽ ബി അനോമലി സ്കാൻ. അതൊരു 19 to 24 വീക്സ് ആണ് വിൻഡോ പറയുക. യൂഷ്വലി ഒരു 20-21 വീക്സിനുള്ളിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. സോ ദാറ്റ് വിൽ ബി ദ തേർഡ് സ്കാൻ. അതിലാണ് ഡീറ്റെയിൽ ആയിട്ട് അനോമലീസ് കാണാൻ പറ്റുക. കാരണം അത് കഴിഞ്ഞ് കുഞ്ഞിച്ചിലൂടെ വലുതായി കഴിയുമ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാൻ പറ്റണമെന്നില്ല, ബിക്കോസ് ബേബി ഈസ് ബിഗ്. പിന്നെ വരുന്ന ഗ്രോത്ത് സ്കാൻസിൽ ഒരു 34 to 36 വീക്സിൽ ഒരു ഇമ്പോർട്ടൻറ്റ് സ്കാനാണ്. അത് ബേബിയുടെ ഗ്രോത്ത് നോക്കാനുള്ളതാണ്. ഓക്കെ, ഈ 4 ബേസിക് സ്കാൻസ്. ഓക്കെ, ബട്ട് യൂഷ്വലി നമ്മളൊരു 7th month 8th month ആകുമ്പോൾ ഈ 34 വീക്സ് വരെ പോകാൻ നിൽക്കില്ല. 28 അല്ലെങ്കിൽ 32 വീക്സ് ആവാറാവുമ്പോൾ തന്നെ ഒരു ഗ്രോത്ത് സ്കാൻ ചെയ്യിപ്പിക്കും. കാരണം ചില കുട്ടികൾ വളർച്ചക്കുറവെന്ന് പറഞ്ഞ് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ വളർച്ചക്കുറവ് നമ്മൾ മിസ്സാക്കിയാൽ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റിൽ നിന്ന് പോവുക, അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ വരാം. അപ്പോൾ അത് മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് യൂഷ്വലി അവർ 28 to 32 വീക്സിന്, അത് 7 to 8 months ഇടയ്ക്ക് ഒരു സ്കാൻ കൂടെ സജസ്റ്റ് ചെയ്യുന്നത്. അതർവൈസ് 4 ബേസിക് സ്കാൻസ്. ഇപ്പോൾ ന്യൂക്കൽ സ്കാൻ ചെയ്യുന്നത് 11 ആഴ്ച തൊട്ടാണല്ലോ. ഈ 11 ആഴ്ച വളർച്ചയുള്ള ആ കുട്ടി ഗർഭപാത്രത്തിൽ എന്തൊക്കെയാണ് ഇപ്പോൾ യൂഷ്വലി ചെയ്യാറ്? അതാണ്, കുഞ്ഞുങ്ങൾ ഫുൾ മൂവ്മെന്റ്സ് ആയിരിക്കും, മനസ്സിലായോ? നല്ല അവരുടെ കൈ കാല് എല്ലാം ബേസിക് സാധനങ്ങളെല്ലാം ഫോം ആയിട്ടുണ്ട് ആ സമയത്ത്. ബ്രെയിന് അവർ ഈ പറഞ്ഞ പോലെ കൈ കാലിട്ടടിക്കുന്നത് കാണാം, ഹാർട്ട് ബീറ്റ് ചെയ്യുന്നു, തലകുത്തി മറിയുന്നു, എല്ലാം ഭയങ്കര മൂവ്മെന്റ്സ് ആണ്. വെച്ചാൽ ബിഗ് ബേബീസ് വലുതായി കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അത്രയും സ്പേസ് കാണത്തില്ലല്ലോ. പക്ഷേ ഈ ബേബീസ് നല്ല മൂവ്മെന്റ്സ് ആയിരിക്കും ആ സമയത്ത്. മാത്രമല്ല അവിടെ എല്ലാ ഓർഗൻസും ഓൾമോസ്റ്റ് ഫോമായി തുടങ്ങിയിട്ടുണ്ട്. ബേസിക് സ്ട്രക്ചേഴ്സ്, കുറച്ച് ഡീറ്റെയിൽ സ്ട്രക്ചർ അറിയാനാണ് നമ്മൾ 5th month നോക്കുന്നത്. ഓ, ഓക്കെ. ഈ ഫസ്റ്റ് ടൈം പ്രഗ്നൻ്റ് ആവുന്ന സ്ത്രീകൾക്കാണല്ലോ ഈ അബോഷൻസ് നാച്ചുറലി കൂടുതലും സംഭവിക്കുന്നത് കണ്ടിട്ടുള്ളത്. അത് എന്തുകൊണ്ടാണ് ആ ഫസ്റ്റ് ടൈം പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് അബോഷൻ കൂടാനുള്ള ചാൻസ് എന്താ? എനിക്ക് തോന്നുന്നു അതൊരു മിസ്കൺസെപ്ഷൻ ആണ് ബേസിക്കലി. അങ്ങനെ ഫസ്റ്റ് ടൈം അബോർഷൻ അല്ല, അതിൻ്റെ ഇടയ്ക്കും വരാറുണ്ട്. ആദ്യത്തെ പ്രഗ്നൻസി എല്ലാവർക്കും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മീൻസ് നമ്മൾ ആ ഒരു അതിൻ്റെ ഒരു ഹാപ്പിനെസ്, ആയതിൻ്റെ ഹാപ്പിനെസ്സും ഇതും എല്ലാം ഉണ്ട്. അപ്പം കൂടുതൽ അഫക്റ്റഡ് ആവും. ആ ഒരു മിസ്കാരേജ് എല്ലാവരും ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും നമ്മൾ അത്രയും ഇതാക്കുന്നത്. പക്ഷേ ഫസ്റ്റ് പ്രഗ്നൻസി കഴിഞ്ഞിട്ടുള്ളവർക്കും സെക്കൻഡും അബോർഷൻസ് വരാറുണ്ട്. പക്ഷേ ആ സമയത്തും മിസ്കാരേജ് ആയി എന്ന് പറഞ്ഞിട്ട് അവിടെ അങ്ങ് കഴിഞ്ഞു. പക്ഷേ ആദ്യത്തെ നമ്മൾ ഭയങ്കര അഫക്റ്റഡ് ആവുന്നതുകൊണ്ടായിരിക്കാം. അങ്ങനെയാണ്, എനിക്കല്ലാതെ വ്യത്യാസം തോന്നിയിട്ടില്ല യൂഷ്വലി. പിന്നെ ഫസ്റ്റ് മിസ്കാരേജ് വരുന്നവർക്ക് റിപ്പീറ്റഡ് മിസ്കാരേജസ് വരാം, അതുണ്ടാവാറുണ്ട്. അപ്പോൾ ചില കണ്ടീഷൻസ് ഉണ്ട്, അതായത് നമ്മളുടെ കുറച്ച് എന്താ പറയുക ബ്ലഡ് ക്ലോട്ടിങ് പ്രോബ്ലംസ് വരുന്ന ചില കണ്ടീഷൻസ് റെയറാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ ഇതിൽ ഒരു 2 മിസ്കാരേജസ് അല്ലെങ്കിൽ 3 മിസ്കാരേജസ് ആയി കഴിയുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാറുള്ളൂ. കാരണം ഒരു ഫസ്റ്റ് മിസ്കാരേജസ് ലൈക്ക് ആദ്യത്തെ 3 months ഇടയ്ക്ക് വരുന്ന മിസ്കാരേജ് എപ്പോഴും ബേബിക്ക് എന്തെങ്കിലും ജനറ്റിക് ഇഷ്യൂസ് ഉണ്ടാവുന്നതുകൊണ്ട് വരുന്ന മിസ്കാരേജസ് ആണ്. കാരണം ആ സമയത്ത് ഇറ്റ്സ് എ നേച്ചേഴ്സ് വേ ടു സേ ദാറ്റ് ഓക്കെ ദിസ് ബേബി ഈസ് നോട്ട് ഹെൽത്തി. ഓക്കെ, അപ്പോൾ നാച്ചുറലി അത് മിസ്കാരേജ് ചെയ്ത് പോകുന്നു. പക്ഷേ സെക്കൻഡ് അത് കഴിഞ്ഞ് അടുത്ത പ്രഗ്നൻസി വരുമ്പോൾ സെയിം സംഭവം തന്നെ ഉണ്ടാവുമ്പം ദാറ്റ് മീൻസ് എന്തോ അണ്ടർലൈങ് ഉണ്ട് ദാറ്റ് ഈസ് കോസിങ് റിപ്പീറ്റഡ് മിസ്കാരേജസ്. അവിടെ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം, അവിടെ നമ്മൾ ഇൻ്റർഫിയർ ചെയ്തേ പറ്റൂ. കാരണം ആ സമയത്ത് നമ്മളപ്പം കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കും, എന്തെങ്കിലും തൈറോയ്ഡ് ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണോ അതോ ഷുഗർ ഉള്ളത് കൊണ്ടാണോ ഇങ്ങനെ മിസ്കാരേജ് ആവുന്നത്. പിന്നെ വേറൊന്നെന്ന് പറയുന്നത് APLA എന്ന് പറയും, അതായത് ബ്ലഡിൽ ചില ക്ലോട്ടിങ് ഡിഫക്ട്സ് വരുന്നത് കൊണ്ട് ഇതുപോലെ റിപ്പീറ്റഡ് മിസ്കാരേജസ് വരാം. അങ്ങനെയുള്ളവർക്ക് നമ്മളിപ്പം തൈറോയ്ഡ് സ്റ്റാറ്റസ് നോർമലാക്കി അല്ലെങ്കിൽ ഷുഗർ നോർമലാക്കി അല്ലെങ്കിൽ ചില എക്കോസ്പിരിൻ പോലത്തെ ചില ടാബ്ലറ്റ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ആ പ്രഗ്നൻസി മുന്നോട്ട് പോകും. അപ്പം ഒരു മിസ്കാരേജ് കൂടെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും, മനസ്സിലായോ? പിന്നെയുള്ള ഒരു പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ 3 months ഇടയ്ക്ക് വരുന്ന മിസ്കാരേജസ് യൂഷ്വലി ജനറ്റിക് പ്രോബ്ലംസും കാരണവും വരാം. ചില കണ്ടീഷൻസ് ഫാമിലിയിൽ റൺ ചെയ്യുന്നുണ്ടാവും, പക്ഷെ ഇവർ അറിയുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പം സെക്കൻഡ് മിസ്കാരേജ് കഴിയുമ്പോൾ നമ്മൾ ആ ബേബിയുടെ ആ ഇതും പ്രോഡക്ട്സും ടെസ്റ്റിന് വേണ്ടി വിടും, ജനറ്റിക് ടെസ്റ്റിങ്ങിന് വേണ്ടി വിടും. എന്തെങ്കിലും സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. കാരണം ഇപ്പോൾ നമുക്കൊരു സമാധാനം ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് സംതിങ് ദാറ്റ് റൺസ് ഇൻ ദ ഫാമിലി. പിന്നെ എന്തെങ്കിലും ഒരു ജനറ്റിക് ഡിഫക്റ്റ് കിട്ടിയെന്ന് വെച്ചോളൂ, പിന്നെ നമ്മൾ പാരൻസിൻ്റെ ജനറ്റിക് ടെസ്റ്റിങ്ങിന് വേണ്ടി വിടും. അപ്പോൾ പാരൻസിന് എന്തെങ്കിലും അണ്ടർലൈങ് ഉണ്ടോ എന്നുള്ളത്, ആ വന്ന അതേ ടെസ്റ്റ് ഡിഫക്റ്റ് പാരൻസിനുള്ളത് കൊണ്ടാണോ ഈ കുഞ്ഞിന് കിട്ടുന്നത് റിപ്പീറ്റഡ്ലി മിസ്കാരേജ് ആവുന്നത്. അങ്ങനെ ഇഷ്യൂസ് ഒന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ ജനറ്റിക് ഫാക്ടർ നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂഷ്വലി റെക്കറൻറ്റ് വരാനുള്ള ചാൻസസ് കുറച്ചുകൂടെ കുറവായിരിക്കും. പിന്നെ അൺഎക്സ്പ്ലെയിൻഡ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, എല്ലാ ടെസ്റ്റും നോർമൽ ആയിരിക്കാം, സ്റ്റിൽ റിപ്പീറ്റഡ് മിസ്കാരേജസ് വരാം. ഓക്കെ, അങ്ങനെ ഒരു എൻറ്റിറ്റിയും കൂടി ഉണ്ട്. അപ്പം അങ്ങനെ വരുമ്പം ഈ പറഞ്ഞ പോലെ പ്രഗ്നൻസി കൺസീവ് ചെയ്യാൻ ഇച്ചിരി ഡിഫിക്കൽട്ടി വരാം. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ എക്കോസ്പിരിൻ, ഹെപ്പാരിൻ അങ്ങനത്തെ കുറച്ച് സപ്പോർട്ട് കൊടുത്തിട്ട് പ്രഗ്നൻസി മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കും. എല്ലാത്തിനും ട്രീറ്റ്മെൻ്റ് ഉണ്ട്, ഒന്നും ഇല്ല എന്നല്ല. ബട്ട് അപ്പോൾ കുറച്ച് ടെസ്റ്റ് ചെയ്ത് ബാക്കി ചില ഇഷ്യൂസ് ഇല്ല എന്നൊന്ന് റൂൾ ഔട്ട് ചെയ്തിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. അതെ.